അന്ത്യകാലത്തെക്കുറിച്ച് പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ അമിതാവേശമുണ്ടാകുന്നത് ഒരു കാര്യം. എന്നാൽ ഈ പ്രവചന സത്യങ്ങൾ വിശ്വസിക്കുകയും അതിനെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നത് മറ്റൊരു കാര്യം. ജീവസന്ദേശത്തിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ സ്നേഹവന്ദനം. ക്രിസ്തുവിൻ്റെ വരവിൻ്റെ പ്രത്യാശ കൂടുതൽ ഉത്സാഹികളാക്കി നമ്മെ മാറ്റണം. ഓരോരുത്തരെയും ഏൽപ്പിച്ച വേല തികച്ച് ദൈവസന്നിധിയിൽ നിൽപ്പാൻ പരിശ്രമിക്കുക എന്നാണ് അപ്പോസ്തലനായ പൗലോസ് ഉപദേശിക്കുന്നത്. ഞാൻ ഭൂമിയിൽ അങ്ങയെ മഹത്വപ്പെടുത്തി, അങ്ങെനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു എന്ന ക്രിസ്തുവിൻ്റെ പ്രാർത്ഥന നമ്മുടെ മനോമുഖരങ്ങളിൽ തെളിയട്ടെ. 2 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. പല ഓഫീസുകളിലും പല സഭകളിലുമൊക്കെ ഏറ്റവും അധികം പ്രശ്നമുണ്ടാക്കുന്നത് ആരാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഈ പ്രശ്നമുണ്ടാക്കുന്ന കൂട്ടരുടെ ഒരു പൊതു സ്വഭാവം ഞാൻ കണ്ടത് ഉദാസീനതയാകുന്നു. പണിയൊന്നും എടുക്കുവാൻ മനസ്സില്ല, അല്ലെങ്കിൽ പണിയൊന്നുമില്ലാത്ത അവസ്ഥ. വിശ്രമവേളകളും ഉദാസീനതയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് കേട്ടോ. അതല്ല ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ജോലി ചെയ്യേണ്ട സമയത്ത് മടി പിടിച്ചിരിക്കുന്നതിനെ ഒരിക്കലും ന്യായീകരിക്കുവാൻ സാധ്യമല്ല. ഈ പ്രധാനപ്പെട്ട വിഷയത്തെക്കുറിച്ച് വിശുദ്ധ പൗലോസ് പറയുന്നത് നമുക്ക് ഇന്നൊന്ന് ശ്രദ്ധിക്കാം. തെസ്സലോനിക്ക സഭയ്ക്ക് പൗലോസ് എഴുതുമ്പോൾ ഈ വിഷയം, ഞാനിപ്പോൾ പറഞ്ഞ ഈ ഉദാസീനത എന്ന വിഷയം പ്രത്യേകം പറയുന്നതിന് ഒരു കാരണമുണ്ട്. തെസ്സലോനിക്ക സഭയിൽ ചില ആളുകൾ പഠിപ്പിച്ചു, ക്രിസ്തുവിൻ്റെ പുനരാഗമനം എത്രയും പെട്ടെന്ന് സംഭവിക്കുവാൻ പോകുന്നതിനാൽ ക്രിസ്തു വിശ്വാസികൾ തങ്ങളുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ മാറ്റിവെക്കണം. ഈ ലോകത്തിലെ ഉത്തരവാദിത്തങ്ങളൊക്കെ മാറ്റിവെക്കണം. ജോലിയിലൊക്കെ ഉള്ളവർ അത് വിട്ടുപോരണം. ഭാവിയെക്കുറിച്ച് പ്ലാൻ ഒന്നും ചെയ്യേണ്ടതില്ല. ആകെ ചെയ്യേണ്ടത് കർത്താവിന് വേണ്ടി കാത്തിരിക്കുക, അത്രമാത്രം. ചരിത്രത്തിൽ എല്ലാ കാലത്തും ഈ പറഞ്ഞതുപോലെ ചിന്തിച്ചവർ ഉണ്ടായിട്ടുണ്ട് എന്ന് ചരിത്രം പഠിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും. എന്നാൽ പ്രവൃത്തിയെടുക്കാതിരുന്നത് അവരെ പാപത്തിലേക്ക് മാത്രം നയിച്ചു എന്നതും ചരിത്രമാണ്. അവരെ സഹായിച്ചിരുന്ന സഭയ്ക്ക് അവർ ഒരു ഭാരമായി തീർന്നു. മറ്റുള്ളവരെ സഹായിക്കുവാൻ ഉപയോഗിക്കാമായിരുന്ന സമയം അവർ പാഴാക്കി കളഞ്ഞു. അങ്ങനെ അവർ പരകാര്യം നോക്കുന്ന ശല്യക്കാരായി തീർന്നു. പണിയെടുക്കാതിരിക്കുക വഴി തങ്ങൾ കൂടുതൽ ഭക്തരായി തീർന്നു എന്നവർ ചിന്തിക്കുന്നുണ്ടായിരുന്നിരിക്കും. കാരണം കർത്താവിന് വേണ്ടി കാത്തിരിക്കല്ലേ. എന്നാൽ വിശുദ്ധ പൗലോസ് അവരെ പ്രബോധിപ്പിച്ച് പറയുന്നത് പണിയെടുക്കുന്നതിൽ ഉത്തരവാദിത്തമുള്ളവരാകുവാനാണ്. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ പൗലോസ് ക്രിസ്തു തൻ്റെ സഭയെ ചേർക്കുവാൻ മധ്യാകാശത്തിൽ വരുന്നതിനെക്കുറിച്ച് വിവരിച്ചു. സഭ ഭൂമിയിൽ നിന്നും എടുക്കപ്പെട്ടതിന് ശേഷം ഈ ഭൂമിയിൽ മഹോപദ്രവകാലം ആരംഭിക്കുമെന്നും അന്നായിരിക്കും യഹോവയുടെ നാൾ എന്നറിയപ്പെടുന്ന സമയമെന്നും പൗലോസ് വ്യക്തമാക്കി. എന്നാൽ ആ കത്ത് തെസ്സലോനിക്കയിൽ കൂടുതൽ സംശയങ്ങൾക്ക് കാരണമായി. അവർ കഷ്ടങ്ങളിലൂടെയും പീഡനങ്ങളിലൂടെയും ഒക്കെ പോകുവാൻ ആരംഭിച്ചപ്പോൾ സഭ ഭൂമിയിൽ നിന്നും എടുക്കപ്പെട്ടു എന്നും തങ്ങൾ കൈവിടപ്പെട്ടവരായി ഇപ്പോൾ മഹോപദ്രവത്തിലൂടെ പോവുകയാണെന്നും അവർ അങ്ങ് വിശ്വസിച്ചു. ഈ തെറ്റിദ്ധാരണയെ തിരുത്തുവാനാണ് പൗലോസ് തൻ്റെ 2-ാമത്തെ ലേഖനം തെസ്സലോനിക്കർക്ക് എഴുതിയത്. ഈ തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ ഊന്നൽ കൊടുത്തിരിക്കുന്നത് മഹോപദ്രവകാലത്തിനാണ്. ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തിനായി നോക്കിയിരിക്കുന്ന ഒരു ക്രിസ്തു വിശ്വാസി വെറും
സ്വപ്നം കാണുന്നവനല്ല, പിന്നെയോ പ്രവൃത്തിയെടുക്കുന്നവനാണ്, വിശ്വസ്തയോടെ പണിയെടുക്കുന്നവൻ. വളരെയധികം പ്രായോഗികമായിട്ടുള്ള പഠനത്തിലേക്കാണ് നാം ഇന്ന് പ്രവേശിക്കുന്നത്. 7-ാം വാക്യം വരെ, അതായത് 3-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം വരെ നാം ചിന്തിച്ചു. ഇന്ന് 8-ാം വാക്യം നമുക്കൊരുമിച്ച് നോക്കാം. തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം. ആരുടെയും ആഹാരം വെറുതെ അനുഭവിച്ചിട്ടുമില്ല, നിങ്ങളിൽ ആർക്കും ഭാരമായി തീരരുത് എന്ന് വെച്ച് ഞങ്ങൾ അധ്വാനത്തോടും പ്രയാസത്തോടും കൂടെ രാപ്പകൽ വേല ചെയ്തു പോന്നത് അധികാരമില്ലാഞ്ഞിട്ടല്ല. ആരുടെയും ആഹാരം വെറുതെ അനുഭവിച്ചിട്ടുമില്ല എന്ന് പൗലോസ് പറയുന്നു. വെറുതെ എന്ന് പറഞ്ഞാൽ അവൻ അതിന് വില കൊടുത്തു എന്നാണ് അർത്ഥം. ആർക്കും ആ കാര്യത്തിൽ പരാതി ഉണ്ടാകാതിരിക്കുവാൻ പൗലോസ് മുൻകൂട്ടി കാര്യങ്ങൾ കണ്ടു. അതുപോലെ തന്നെ പൗലോസ് പറയുന്നു, നിങ്ങളിൽ ആർക്കും ഭാരമായി തീരരുത് എന്നു വെച്ച് ഞങ്ങൾ അധ്വാനത്തോടും പ്രയാസത്തോടും കൂടെ രാപ്പകൽ വേല ചെയ്തു പോന്നു എന്ന്. തെസ്സലോനിക്കരുടെ ഇടയിലെ പൗലോസിൻ്റെ സുവിശേഷ വേലയ്ക്ക് ആരും ശമ്പളം കൊടുക്കുവാൻ അനുവദിക്കാതിരുന്നതായിരുന്നു പൗലോസിൻ്റെ പരിചയം. ഇത് പൗലോസിൻ്റെ ആദ്യത്തെ യാത്രയിൽ മാത്രം ഉണ്ടായിരുന്ന ഒരു പരിചയമാകുന്നു എന്നാണ് ഞാൻ വ്യക്തിപരമായി ചിന്തിക്കുന്നത്. നല്ല ഒരു മാതൃകയാണ്. പക്ഷേ അവൻ ആദ്യം തെസ്സലോനിക്കയിൽ ചെന്നപ്പോൾ ആരും അവൻ്റെ താമസമോ ഭക്ഷണമോ യാത്രാ സൗകര്യങ്ങളോ ക്രമീകരിച്ചിരുന്നില്ല. അവൻ വളരെ സൂക്ഷിച്ചാണ് എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്തിരുന്നത്. തെസ്സലോനിക്കരോടും കൊരിന്ത്യരോടും പൗലോസ് അത് സൂചിപ്പിക്കുന്നുമുണ്ട്. അവൻ സഭകൾ സ്ഥാപിക്കുന്ന സമയത്ത് സ്വയം കൂടാരപ്പണി ചെയ്ത് സ്വന്തം കാര്യങ്ങൾക്ക് പണം കണ്ടെത്തുകയായിരുന്നു ചെയ്തിരുന്നത്. എന്നാൽ സഭകൾ സ്ഥാപിച്ചതിന് ശേഷം 2-ാമതും 3-ാമതും ആ സഭകളിലേക്ക് പൗലോസ് തിരികെ വന്നപ്പോൾ അവരുടെ പണം സ്വീകരിക്കുകയുണ്ടായി എന്ന് നാം കാണുന്നു. അവൻ ഗലാത്യരോട് സംസാരിക്കുമ്പോൾ അവർ പണം നൽകേണ്ടതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അവൻ്റെ ഡിമാൻഡായിരുന്നില്ല, അറിയാമല്ലോ. ഫിലിപ്പിയർ നൽകിയ ദാനത്തിനായി പൗലോസ് അവർക്ക് നന്ദി പറയുന്നത് നാം കാണുന്നുണ്ട്. യെരുശലേമിലെ ദരിദ്രരായ വിശുദ്ധന്മാർക്ക് സഹായം ചെയ്യുവാൻ പൗലോസ് തന്നെ തൻ്റെ 3-ാമത്തെ യാത്രയിൽ ഒരു ധനശേഖരണം നടത്തുന്നതായി നാം കാണുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ പുനരാഗമനം എന്ന വലിയ സത്യം പൗലോസിനെ ഒരുതരം അമിതാവേശത്തിലാക്കുകയോ സ്വത്ത് സമ്പാദിക്കുന്നതിനുള്ളൊരു മുഖാന്തരമായി അതിൻ്റെ വിഷയങ്ങളിൽ യുക്തിരഹിതമായി ഒരു നിലപാടെടുക്കുവാനോ ഇടയാക്കിയില്ല എന്ന് വ്യക്തമാണ്. അവൻ എത്ര ബുദ്ധിപൂർവമാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഈ എല്ലാ കാലത്തും അമിതാവേശം പിടിച്ച ആളുകൾ ഉണ്ടായിട്ടുണ്ട്. ഇടയ്ക്കിടെ കർത്താവിൻ്റെ വരവിൻ്റെ ദിവസവും മണിക്കൂറുമൊക്കെ പ്രഖ്യാപിച്ച് കാത്തിരുന്ന അനേകം കൂട്ടങ്ങൾ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. അവർ അവരുടെ വീടും സ്വത്തുക്കളുമൊക്കെ വിറ്റ് തങ്ങളെ തന്നെ വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് പുരമുകളിൽ കയറി കർത്താവിൻ്റെ വരവിനായി കാത്തിരുന്നതായി ചില കൂട്ടങ്ങളെക്കുറിച്ച് നാം വായിക്കുന്നു. വാസ്തവത്തിൽ അവർ അമിതാവേശക്കാരായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന പല പ്രവർത്തനങ്ങൾ ഇതിൽ കാണാവുന്നതാണ്. ഒരുതരം യുക്തിഹീനമായ അമിതാവേശം. ഉദാഹരണത്തിന്, എന്തിനാണ് ഈ പുരമുകളിൽ കയറിയിരിക്കുന്നത്? പുരമുകളിൽ ഇരിക്കുന്ന ഒരാളെ എടുക്കുന്നത് പോലെ തന്നെ നമ്മുടെ കർത്താവിന് പുരയ്ക്കകത്തിരിക്കുന്ന വ്യക്തിയെയും എടുക്കരുതോ? പുരമുകളിൽ നിന്നും എളുപ്പം എടുക്കപ്പെടുമെങ്കിൽ ഒരു വലിയ മരത്തിൻ്റെ മുകളിലോ ഉയർന്ന മലയുടെ മുകളിലോ കയറിയിരുന്നാൽ കുറെ കൂടി എളുപ്പമാകുമായിരുന്നില്ലേ? അത് മാത്രമല്ല, എന്തിനാണ് ഈ വെളുത്ത തുണിയിൽ പൊതിഞ്ഞിരിക്കുന്നത്? കർത്താവ് വരുമ്പോൾ പെട്ടെന്ന് കണ്ടുപിടിക്കാനാണോ? കർത്താവിൻ്റെ സന്നിധിയിൽ നാം ചേർക്കപ്പെടുമ്പോൾ തക്കതായ വസ്ത്രം നമുക്ക് കർത്താവ് തരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തുകൊണ്ടാണ് അവർ തങ്ങളുടെ സ്വത്ത് വിറ്റ് പണമാക്കി സൂക്ഷിച്ചത്? ഒരുപക്ഷെ അവർ ചിന്തിച്ച് കാണും, പണമാണെങ്കിൽ കൂട്ടത്തിലും കൊണ്ടുപോകാമല്ലോ എന്ന്. സ്വത്താണെങ്കിൽ എങ്ങനെ കൊണ്ടുപോകാനാണ്? തങ്ങൾ കർത്താവിൻ്റെ പെട്ടെന്നുള്ള മടങ്ങിവരവിൽ വിശ്വസിക്കുന്നു എന്നുള്ള കാരണം പറഞ്ഞ് ആളുകൾക്ക് യുക്തിഹീനമായ
അർത്ഥശൂന്യമായ പല പണികളും കാണിക്കാവുന്നതാണ്. എന്നാൽ വാസ്തവം എന്തെന്നാൽ ഇത്രയധികം താങ്കളെ യുക്തിപരമായും കഠിനമായും വേല ചെയ്യിക്കുവാൻ സഹായിക്കുന്ന മറ്റൊരു ഉപദേശം ബൈബിളിലില്ല. അത് ക്രിസ്തുവിൻ്റെ പുനരാഗമന പ്രത്യാശയാകുന്നു. അതത്ര പ്രധാനപ്പെട്ടതാണ്. കർത്താവ് വരുന്നു എന്ന് താങ്കൾ വിശ്വസിക്കുന്നുവെങ്കിൽ താങ്കൾ അവനു വേണ്ടി പ്രവർത്തിക്കും. അവൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും കാര്യത്തിൽ നാം ധൃതിയായിരിക്കും. എങ്ങനെങ്കിലും ചിലരെ കൂടി കർത്താവിൻ്റെ ഭാഗത്ത് കൊണ്ടുവന്ന് നിത്യജീവൻ്റെ അവകാശികളാക്കുവാൻ നാം പരിശ്രമിക്കും. 9-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അധികാരമില്ലാഞ്ഞിട്ടല്ല, അനുകരിപ്പാൻ നിങ്ങൾക്ക് ഞങ്ങളെ മാതൃകയാക്കി തരേണ്ടതിനത്രേ. അവരെ ക്രിസ്തുവിലേക്ക് നയിച്ച ഒരു അപ്പോസ്തോലൻ എന്ന നിലയ്ക്ക് അവരുടെ ഇടയിൽ ഒരു സഭ സ്ഥാപിച്ചവനെന്ന ആ വ്യക്തിക്ക് അവരുടെ ഒരു സ്തോത്ര വഴിപാട് അവകാശപ്പെടുവാൻ അധികാരമുണ്ട് എന്ന് പൗലോസ് പറയുന്നു. എന്നാൽ പൗലോസ് അത് ചെയ്തില്ല. കാരണം തെസ്സലോനിക്കയിലുള്ള വിശ്വാസികൾക്ക് ഒരു മാതൃകയായിരിക്കാൻ, അതെ, അവർ ഏതെങ്കിലും വിധത്തിലുള്ള യുക്തിഹീനമായ അമിതാവേശത്തിൽ വീഴാതിരിക്കുവാൻ പൗലോസ് അത് ചെയ്തില്ല. വാസ്തവത്തിൽ ദൈവത്തെ വിശ്വസിക്കുന്നതും അമിതാവേശവും തമ്മിൽ വളരെ അന്തരമുണ്ട്. പലരും ദൈവവചനം അറിയാതെ തങ്ങൾക്ക് യുക്തി എന്ന് തോന്നുന്ന കാര്യങ്ങളുടെ പിൻപേ ഇറങ്ങിത്തിരിക്കും. ഒരുതരം അന്ധവിശ്വാസമാണത്. ഇങ്ങനെ ഈ അമിതാവേശം കാണിച്ചിട്ടുള്ളവർ കാട്ടിക്കൂട്ടിയിട്ടുള്ള മണ്ടത്തരങ്ങൾ ഒരുപാടാണ്. അതിന് അവർ ഭക്തിയുടെ ഒരു പരിവേഷം ചാർത്തും. അതാണ് വിചിത്രം. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുവാൻ ഉദ്ദേശിച്ച് പറയുന്നതല്ല. എന്നാലും ചിന്തിക്കുവാൻ സഹായിക്കുന്ന ചില കാര്യങ്ങൾ ഞാനൊന്ന് ഉദ്ധരിക്കട്ടെ. വിശുദ്ധിക്കും വേർപാടിനും വേണ്ടി ഇറങ്ങിയതാകുന്നു എന്നൊരു കാലത്ത് അവകാശപ്പെട്ട അനേകരും രോഗം വന്നാൽ മരുന്ന് ഉപയോഗിക്കുന്നതും രോഗത്തിൻ്റെ ചികിത്സയ്ക്കായി ആശുപത്രിയിൽ പോകുന്നതും തെറ്റാകുന്നു എന്ന് ശഠിച്ചിരുന്നു. തെറ്റെന്നല്ല, പാപമാകുന്നു എന്ന് പഠിപ്പിച്ചിരുന്നു. ഇങ്ങനെ ചിന്തിക്കുന്ന കൂട്ടങ്ങളിലുള്ള ആരെങ്കിലും മരുന്ന് ഉപയോഗിച്ചു എന്ന് അറിഞ്ഞാൽ അവർക്ക് തിരുവത്താഴം പോലും വിലക്കിയിരുന്ന സമയമുണ്ടായിരുന്നു. ഇന്നും അങ്ങനെയുള്ളവരുണ്ടാകാം. ദൈവം രോഗം സൗഖ്യമാക്കുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അതിന് രണ്ട് പക്ഷമില്ല. എന്നാൽ ദൈവം തന്ന സാമാന്യ ബുദ്ധി നാം ഉപയോഗിക്കുന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മരുന്ന് കഴിക്കാതിരിക്കുന്നത് അവർക്ക് ദൈവത്തിലുള്ള വിശ്വാസത്തിൻ്റെ ആഴം കൊണ്ടെന്ന് സമർത്ഥിച്ചാൽ അതെപ്പോഴും ശരിയായെന്ന് വരില്ല. ഇന്ന് ഈ പറയുന്നവരുടെ തലമുറ ഇതൊന്നും കാര്യമാക്കുന്നേയില്ല. മാതാപിതാക്കൾക്ക് വെറും അമിതാവേശം മാത്രമായിരുന്നു എന്നവർ ചിന്തിക്കുന്നു. രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഏറെ ഇന്ന് ഈ പറഞ്ഞ ആളുകൾ മെഡിസിൻ ഒരു അഡ്മിഷൻ കിട്ടണേ എന്ന് മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നത് നാം കാണുന്നു. അമിതാവേശം ഒന്നിനും ഉപകരിക്കില്ല എന്ന് മറക്കരുത്. വിശുദ്ധ പൗലോസ് സുവിശേഷ വേല വളരെ പ്രായോഗികമാക്കിയതായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അവൻ സ്വന്തം കൈകൊണ്ട് വേലയെടുത്ത് തൻ്റെ ചെലവുകളൊക്കെ നടത്തി. തെസ്സലോനിക്കയിലെ വിശ്വാസികൾക്ക് ഒരു മാതൃകയായിട്ടാണ് പൗലോസ് അങ്ങനെ ചെയ്തത്. ഇതൊരു വിഷയമായി അടുത്ത വാക്യത്തിൽ അവൻ ചൂണ്ടിക്കാണിക്കുന്നത് നമുക്ക് നോക്കാം. 10-ാം വാക്യം, വേല ചെയ്യുവാൻ മനസ്സില്ലാത്തവൻ തിന്നുകയുമരുത് എന്ന് ഞങ്ങൾ നിങ്ങളോടുകൂടെ ഇരിക്കുമ്പോൾ തന്നെ ആജ്ഞാപിച്ചിട്ടുണ്ടല്ലോ. ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തിനായി നോക്കിയിരിക്കുന്ന ഒരു ക്രിസ്തു വിശ്വാസി വെറും സ്വപ്നം കാണുന്നവനല്ല, പിന്നെയോ പ്രവൃത്തിയെടുക്കുന്നവനാണ്. വേല ചെയ്യില്ല എങ്കിൽ ആഹാരവും കഴിക്കരുത് എന്നാണ് പൗലോസ് പറഞ്ഞത്. അപ്പോസ്തലന്മാർ വെച്ചിരുന്ന നിയമം അതായിരുന്നു. വേല ചെയ്യുവാൻ മനസ്സില്ലാത്തവൻ തിന്നുകയുമരുത്. വളരെയധികം പ്രായോഗികമായിട്ടുള്ള കാര്യമാണ് പൗലോസ് ഇവിടെ പറയുന്നത്. അന്ത്യകാലവുമായി ബന്ധപ്പെട്ടിന്ന് വളരെയേറെ അമിതാവേശം കാണുവാൻ കഴിയുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ. നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ 2 തെസ്സലോനിക്കരിൽ പ്രവചനത്തിന് വളരെയേറെ പ്രാധാന്യം കൊടുത്തിരിക്കുമ്പോൾ അതിൽ പകുതിയിലധികം
പ്രവൃത്തിപരമായിട്ടുള്ള അല്ലെങ്കിൽ ജോലി ചെയ്യുന്നതിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തു തൻ്റെ സഭയ്ക്ക് വേണ്ടി വരുന്നു എന്നുള്ള വലിയ സത്യത്തിൻ്റെ പ്രവൃത്തിപരമായിട്ടുള്ള വശത്തിനാണ് പൗലോസ് ഊന്നൽ കൊടുത്തിരിക്കുന്നത്. ശ്രദ്ധിക്കണം. അന്ത്യകാലത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അമിതാവേശം കയറുന്നതൊരു കാര്യം, എന്നാൽ പ്രവചന സത്യം വിശ്വസിക്കുകയും അതിനെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നത് മറ്റൊരു കാര്യം. നാം കർത്താവിൻ്റെ വരവിനായി നോക്കിക്കാത്തിരിക്കുമ്പോൾ പണിയെടുക്കണം, ജോലി ചെയ്യണം. ഒരു സ്ഥലത്ത് വളരെ വലിയ ഒരു തോട്ടത്തിൽ ആ തോട്ടത്തിൻ്റെ സൂക്ഷിപ്പുകാരൻ അവിടെ വന്ന ഒരു അതിഥിയെ സൽക്കരിക്കുകയായിരുന്നു. തോട്ടം കാണുവാൻ വന്ന ഒരു അതിഥി. ആ സൂക്ഷിപ്പുകാരൻ തൻ്റെ അതിഥിയെ തോട്ടത്തിലൂടെ എല്ലാം കൊണ്ട് നടന്ന് കാണിച്ചു. അതിമനോഹരമായി സൂക്ഷിച്ചിരുന്നൊരു തോട്ടം. ഇത് ആർക്കു വേണ്ടിയോ എല്ലാം ഭംഗിയായി ഇട്ടിരിക്കുന്നത് കണ്ട് ഈ സന്ദർശകൻ തോട്ടം സൂക്ഷിപ്പുകാരനോട് ചോദിച്ചു, ഈ തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ എന്നും ഇവിടെ വരാറുണ്ടോ? മറുപടി ഇല്ല എന്നായിരുന്നു. അപ്പോൾ എത്ര കാലം മുമ്പാണ് ഒടുവിലായി തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ ഇവിടെ വന്നത് എന്നായി ചോദ്യം. മറുപടി 10 വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം ഇവിടെ വന്നിരുന്നു. അത് കേട്ട അത്ഭുതത്തോടെ ആ അതിഥി ചോദിച്ചു, പിന്നെന്തിനാണ് നിങ്ങൾ ഈ തോട്ടം ഇത്ര മനോഹരമായി എന്നും സൂക്ഷിക്കുന്നത്? ഒന്നിനും ഒരു കുറവുണ്ടായിരുന്നില്ല. അതിന് ആ സൂക്ഷിപ്പുകാരൻ പറഞ്ഞത്, എൻ്റെ ഉടമസ്ഥൻ മടങ്ങി വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം അടുത്ത ആഴ്ച വരുമെന്നാണോ നിങ്ങളുടെ പ്രതീക്ഷ എന്ന് ചോദിച്ചപ്പോൾ മറുപടി പറഞ്ഞത്, അല്ല, എപ്പോൾ വരുമെന്ന് എനിക്കറിയില്ല, എന്നാൽ ഞാൻ അദ്ദേഹത്തെ ഇന്ന് പ്രതീക്ഷിക്കുന്നു. ഈ പറഞ്ഞ ദിവസം ഉടമസ്ഥൻ വന്നില്ല എങ്കിലും ആ തോട്ടം സൂക്ഷിപ്പുകാരൻ ഉടമസ്ഥൻ്റെ ആസന്നമായ വരവിൻ്റെ വെളിച്ചത്തിലാണ് ജീവിച്ചത്. ആ വിശ്വസ്തനായ തോട്ടം സൂക്ഷിപ്പുകാരൻ ആ ഗേറ്റിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് കാത്തു നിൽക്കുകയായിരുന്നില്ല. യജമാനൻ വരുന്നുവോ എന്ന് മാത്രം ചിന്തിച്ചിരിക്കുകയല്ലായിരുന്നു ആ സൂക്ഷിപ്പുകാരൻ. അവനെപ്പോഴും തോട്ടത്തിൽ കിളയ്ക്കുകയും വെള്ളമൊഴിക്കുകയും വള്ളിത്തല മുറിക്കുകയും, അതെ, വളരെ ധൃതിയിലായിരുന്നു. നമ്മുടെ കർത്താവ് മടങ്ങി വരുന്നു എന്നുള്ള ആ യാഥാർത്ഥ്യത്തിൻ്റെ വെളിച്ചത്തിൽ നാം കർത്താവിൻ്റെ വേലയിൽ ഉറച്ചു നിൽക്കണം. അവിടെ നാം വളർന്നു വരണമെന്നാണ് പൗലോസ് നമ്മെ പഠിപ്പിക്കുന്നത്. പൗലോസ് പറഞ്ഞല്ലോ, വേല ചെയ്യുവാൻ മനസ്സില്ലാത്തവൻ തിന്നുകയും അരുത് എന്ന്. തെസ്സലോനിക്കയിലെ സഭയിലും ഏതാനും അമിതാവേശം പിടിച്ചവർ ഉണ്ടായിരുന്നു എന്നത് വ്യക്തമാണ്. അവർ മടിയന്മാരായി കർത്താവിൻ്റെ വരവിനായി നോക്കിയിരിക്കുകയാണെന്ന ഉപാധി പറഞ്ഞ് യാതൊരു പണിയും എടുക്കാതിരുന്നു. ഇങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പൗലോസ് പറഞ്ഞത്, അവർക്ക് ഭക്ഷണം കൊടുക്കരുത്, അവർ വേലയെടുക്കട്ടെ, അല്ലെങ്കിൽ വിശക്കട്ടെ, അങ്ങനെ കിടക്കട്ടെ, പൗലോസ് പറയുകയാണ്. 11-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നിങ്ങളിൽ ചിലർ ഒട്ടും വേല ചെയ്യാതെ പരകാര്യം നോക്കി ക്രമം കെട്ട് നടക്കുന്നു എന്ന് കേൾക്കുന്നു. തെസ്സലോനിക്കയിലെ അവസ്ഥയെക്കുറിച്ച് ഇവിടെ നമ്മോട് പറയുന്നു. അവിടെ ചിലർ ക്രിയാത്മകമായി യാതൊന്നും ചെയ്യാതെ അങ്ങനെ നടന്നു. ദൈവവചനം അറിയിക്കുന്നതിൽ അവർ താല്പര്യമുള്ളവർ ആയിരുന്നില്ല. അതേസമയം അവർ നല്ല ധൃതിയിലായിരുന്നിരിക്കും. എന്തിനായിരുന്നു തിരക്കെന്നറിയാമോ? പരകാര്യം നോക്കുന്നതിൽ, മറ്റുള്ളവരുടെ കാര്യം നോക്കി നടക്കുകയായിരുന്നു. അവർ ഒരു ശല്യമായിരുന്നു. തെസ്സലോനിക്കയിലെ സഭയിലും അവർ പ്രശ്നക്കാരായിരുന്നു. ഇങ്ങനെ ഒരൊറ്റ ഈച്ച മതിയല്ലോ ഒരു ഭരണിയിലെ തൈലം മുഴുവൻ നശിപ്പിക്കുവാൻ. ഒരു അമിതാവേശക്കാരൻ മതി സഭയിലെ അനേകരുടെ ആത്മീയ ജീവിതത്തെ തകർക്കുവാൻ. ഈ കാരണത്താലാണ് പൗലോസ് തെസ്സലോനിക്കരെ ഗുണദോഷിച്ചത്. അവർ ക്രമം കെട്ട് നടക്കുന്നവരോട് കൂടരുത് എന്ന്. അത് പൗലോസ് പറയുമ്പോൾ അവൻ്റെ മനസ്സിൽ ഈ പരകാര്യം നോക്കി നടക്കുന്നവരായിരുന്നു ഉള്ളതെന്ന് സംശയമില്ല. ഇതുപോലെയുള്ളവർ എത്ര വലിയ ശല്യമാണെന്നറിയാമോ? അവർ അതിഭക്തരാണെന്നത്ര ചിന്തിക്കുന്നത്.
മറ്റുള്ളവർക്ക് ബുദ്ധികേടായി മാത്രം തോന്നുന്ന ചില കാര്യങ്ങൾ ചെയ്തിട്ട് അതാണ് ഭക്തിയുടെ പാരമ്യം എന്ന് ചിന്തിക്കുക. ഇത് ചെയ്യുന്നവർക്ക് തന്നെ തങ്ങളുടെ മനസാക്ഷിക്ക് നിരക്കാത്ത കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നറിയാം. 12-ാം വാക്യം, ഇങ്ങനെയുള്ളവരോട് സാവധാനത്തോടെ വേല ചെയ്ത് അഹോവൃത്തി കഴിക്കണം എന്ന് കർത്താവായ യേശുക്രിസ്തുവിൽ ഞങ്ങൾ ആജ്ഞാപിച്ച് പ്രബോധിപ്പിക്കുന്നു. ഇത് അത്ര ആത്മീകരാണെന്ന് തോന്നുന്നുവോ? ദൈവശാസ്ത്രപരവും അല്ല, ഇല്ലേ? എന്നാൽ ഇത് തികച്ചും പ്രാവർത്തികമാണ്. സാധാരണ നാം കാണുന്ന സഭകളിലെ ഒട്ടുമുക്കാലും പ്രശ്നം പരിഹരിക്കപ്പെടുവാനുള്ള ഒരു നല്ല മാർഗമാണിത്. അതെ, പരകാര്യം നോക്കി നടക്കുന്നവർ, പ്രശ്നമുണ്ടാക്കുന്നവർ സാവധാനതയോടെ ക്രിയാത്മകമായി എന്തെങ്കിലും ചെയ്യുക. ഏതൊരു സഭയിലെയും ഏതൊരു ക്രിസ്തീയ സംഘടനയിലെയും ഏറ്റവും അധികം പ്രശ്നമുണ്ടാക്കുന്നവർ, ഞാൻ പറഞ്ഞല്ലോ, അവിടെ ഏറ്റവും കുറച്ച് പണിയെടുക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ ഏറ്റവും കുറച്ച് നൽകുന്നവരായിരിക്കും. ഒരു 10 രൂപ സുവിശേഷ വിലയ്ക്ക് തന്നാൽ അതുകൊണ്ട് എന്ത് ചെയ്തു എന്ന് 100 പ്രാവശ്യം ചോദിക്കും. അവരുടെ തലയിലൂടെയാണ് പ്രവർത്തനം മുഴുവൻ നടക്കുന്നത് എന്ന ചിന്തയായിരിക്കും അവർക്കുള്ളത്. കൊടുത്തത് എത്രയാണെന്നറിയാമല്ലോ. തെസലോനിക്കയിലും ഈ പറഞ്ഞതുപോലെയുള്ള ആളുകളുണ്ടായിരുന്നു. ഈ പറഞ്ഞ അസുഖം ഇന്നും ഇന്നലെയും എങ്ങും തുടങ്ങിയതല്ല. നൂറ്റാണ്ടുകളായി ഈ അസുഖം നമുക്ക് സഭകളിൽ കാണാൻ സാധിക്കും. അവർ പതിയെ പണിയെടുക്കുവാൻ തുടങ്ങട്ടെ എന്നാണ് പൗലോസ് പറഞ്ഞത്. സാവധാനം പണിയെടുക്കാൻ തുടങ്ങട്ടെ, സ്വന്തം കാര്യം നോക്കി അവർ പണിയെടുക്കട്ടെ എന്ന് പൗലോസ് പറയുന്നു. 13-ാം വാക്യം, നിങ്ങളോ സഹോദരന്മാരെ നന്മ ചെയ്യുന്നതിൽ തളർന്നു പോകരുത്. ഇതെത്ര മനോഹരമാണല്ലേ? കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ ഭാഗ്യകരമായ പ്രത്യാശയുള്ള ഒരു ക്രിസ്തുവിശ്വാസി കർത്താവിന് വേണ്ടി പ്രവർത്തിച്ച് ക്ഷീണിക്കുവാൻ പാടില്ല. നന്മ ചെയ്യുന്നതിൽ ക്ഷീണിച്ചു പോകരുത്. അത് നമുക്ക് കൂടുതൽ കൂടുതൽ ഉത്തേജനം നൽകുന്നതായി മാറണം. അതത്ര പൗലോസ് പറയുന്നത്. 14-ാം വാക്യത്തിൽ നാം കാണുന്നത്, ഈ ലേഖനത്തിലുള്ള ഞങ്ങളുടെ വാക്കനുസരിക്കാത്തവൻ നാണിക്കേണ്ടതിന് അവനോടുള്ള സംസർഗം വിട്ട് അവനെ വേർതിരിപ്പീൻ. സഭയിലെ പ്രശ്നക്കാരിൽ നിന്നും വിശ്വാസികൾ അകന്നു നിൽക്കണം, എന്നാൽ പലപ്പോഴും മറിച്ചാണ് കാണുന്നത്. അതിന് കാരണമുണ്ട്. എന്നെക്കുറിച്ച് ഈ പറഞ്ഞ പ്രശ്നക്കാരൻ അനാവശ്യമായി സംസാരിക്കാതിരിക്കുവാൻ ഞാൻ അയാളോട് പറ്റി നിന്നാലേ സാധിക്കൂ എന്നുള്ള ചിന്തയാണ്. മനസ്സില്ലാതെ രക്ഷപ്പെടുവാൻ ചേർന്ന് നിൽക്കുന്നു. അത് അയാൾക്ക് വളം വെച്ചു കൊടുക്കുകയാണ്. എന്നാൽ അങ്ങനെയുള്ളവരിൽ നിന്നും അകന്നു നിൽക്കുന്നതാണ് ഉത്തമം എന്നത്രേ പൗലോസ് പറഞ്ഞത്. 15-ാം വാക്യത്തിൽ പറയുന്നു, എങ്കിലും ശത്രു എന്ന് വിചാരിക്കാതെ സഹോദരൻ എന്ന് വെച്ച് അവനെ ബുദ്ധി ഉപദേശിക്കുകയത്ര വേണ്ടത്. അങ്ങനെ വഴിതെറ്റിപ്പോകുന്ന അംഗത്തെ നേടുവാനും ശ്രമിക്കണം. അതാണ് പൗലോസ് പറയുന്നത്. 16-ാം വാക്യത്തിൽ നാം കാണുന്നു, സമാധാനത്തിൻ്റെ കർത്താവായവന് താൻ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും സകലവിധത്തിലും സമാധാനം നൽകുമാറാകട്ടെ. കർത്താവ് നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. അതത്രേ അനുഗ്രഹമായ കാര്യം. 17-ാം വാക്യത്തിൽ നാം കാണുന്നു, പൗലോസായ എൻ്റെ കയ്യാൽ വന്ദനം, സകല ലേഖനത്തിലും ഇതുതന്നെ അടയാളം, ഇങ്ങനെ ഞാൻ എഴുതുന്നു. 18-ാം വാക്യം കൂടി നോക്കാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. പൗലോസ് തൻ്റെ സ്വന്തം കയ്യാൽ ഒപ്പിട്ട ഒരു ലേഖനമാണിത് എന്നത് ഈ വാക്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഈ ആശീർവാദത്തോടെയാണ് അവൻ്റെ കത്ത് ഉപസംഹരിക്കുന്നത്. ഹൃദയത്തിന് സമാധാനം നൽകുന്നത് ഉദാസീനതയോ അമിതാവേശമോ അല്ല എന്നാണ് നാം ഇതിൽ പഠിച്ചത്. ഹൃദയത്തിന് സമാധാനം നൽകുന്നത് ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തെക്കുറിച്ചുള്ള അറിവാകുന്നു എന്ന് പഠിപ്പിക്കുന്ന അതിമഹത്തായ ഒരു ലേഖനം, ഇല്ലേ? നിങ്ങളിത് അനുഗ്രഹമായി അനുഭവിച്ചു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തിനായി നോക്കി കാത്തിരിക്കുക എന്നുള്ളത് അതിമനോഹരവും മഹത്വകരവുമായ ഒരു കാര്യമാണ്. എന്നാൽ
ഇവിടെ ലഭിച്ചിട്ടുള്ള ഈ ചെറിയ ആയുസ്സിൽ നമ്മുടെ നടപ്പ് അഥവാ പെരുമാറ്റ രീതികൾ പ്രധാനപ്പെട്ട സംഗതിയാകുന്നു. അതെ, നമ്മുടെ ഭവനത്തിൽ, നാം ജോലി ചെയ്യുന്ന ഓഫീസിൽ, പഠിക്കുന്ന സ്കൂളിൽ, പഠിപ്പിക്കുന്ന സ്കൂളിൽ, നാം എവിടെ നടക്കുവാനായി ദൈവം നമ്മെ വിളിച്ചുവോ അവിടെ നാം വിശ്വസ്തരായി പണിയെടുക്കുന്നവരാകണം. അതല്ല എങ്കിൽ നമ്മുടെ അറിവ് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. യോഹന്നാൻ്റെ ലേഖനം, 1 ലേഖനം 3 അധ്യായത്തിൻ്റെ 3 വാക്യത്തിൽ യോഹന്നാൻ പറഞ്ഞു, അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. ഈ പ്രത്യാശയ്ക്ക് നമ്മിലൊരു വിശുദ്ധീകരിക്കുന്ന ഫലം ഉണ്ടെന്നോർക്കണം. ഒരു പ്രചോദനം ഉണ്ടാക്കിത്തരുവാൻ ഈ പ്രത്യാശയ്ക്ക് സാധിക്കും. ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് താങ്കൾക്ക് എത്രമാത്രം ആവേശം നൽകുന്നു എന്നുള്ളതിലല്ല ഞാൻ തൽപരൻ. പിന്നെയോ നിങ്ങൾ എപ്രകാരം ജീവിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. ഈ വലിയ പ്രത്യാശ താങ്കളുടെ ജീവിത രംഗങ്ങളിൽ എന്തെങ്കിലും മാറ്റം വരുത്തുന്നുണ്ടോ? ഇത് താങ്കളുടെ ജീവിതത്തിന് വ്യതിയാനം വരുത്തേണ്ട മഹത്തായ ഒരു സത്യമാണ്. ഈ പ്രത്യാശ ഉണ്ട് എന്ന് പറയുകയും തോന്നിയതുപോലെ ജീവിക്കുകയും ചെയ്യുന്നവർ വാസ്തവത്തിൽ പ്രത്യാശയില്ലാത്തവരാണ്. എന്നെ കേൾക്കുന്ന നിങ്ങളുടെ അവസ്ഥ എന്തെന്നൊന്ന് സ്വയപരിശോധന ചെയ്താട്ടെ. ദൈവം നിങ്ങളെ അതിനായി സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ജീവസന്ദേശം പഠനങ്ങൾ നിങ്ങൾക്ക് പ്രയോജനകരമെങ്കിൽ നിങ്ങളുടെ സ്നേഹിതർക്ക് പരിചയപ്പെടുത്തിയാലും. ഈ ശുശ്രൂഷയിലുള്ള നിങ്ങളുടെ എല്ലാ സഹകരണങ്ങൾക്കും നന്ദി. പുതിയൊരു പുസ്തക പഠനമായി വീണ്ടും നമ്മൾക്ക് കാണാം. ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കമുള്ളവരായിരിക്കാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ.